നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് കാട്ടുതീ പോലെയാണ് ആ വാർത്തയെങ്ങും പരന്നത്. നഗരത്തിലെ ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വാർത്ത കുറച്ചു പേർക്കെങ്കിലും ആശ്വാസകരമായി മാറി. കാരണം മരിച്ചത് ഗുണ്ടാ നേതാവായ ചങ്ങല ബാഹുലേയനായിരുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹ പരിശോധന നടത്തി. കഴുത്തിനേറ്റ മുറിവിൽ നിന്നും രക്തം വാർന്നു പോയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി മദ്യത്തിന്റെ ഒരു കുപ്പിയും കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു കുറിപ്പും കണ്ടെത്തി. താൻ ചെയ്ത പാപങ്ങളുടെ ഫലം താൻ തന്നെ ഏറ്റെടുക്കുന്നു എന്നായിരുന്നു അതിൽ പറയുന്നത്. പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം പോലീസ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. കഴുത്തിനേറ്റ മുറിവിൽ നിന്നും രക്തം വാർന്നിട്ട് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റു ബലപ്രയോഗത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നും ശരീരത്തിൽ കാണുന്നുമില്ല. അങ്ങനെ പോലീസ് ഇതൊരു ആത്മഹത്യ തന്നെ എന്ന് ഉറപ്പിക്കുകയും ഈ കേസ് പതിയെ വിസ്മൃതിയിലേക്ക് മായുകയും ചെയ്തു. ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി ആ ഗുണ്ടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ കൂട്ടുകാരുമൊക്കെ കൈയഴിഞ്ഞിരുന്ന ഗുണ്ടയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് ബാഹുലേന്റെ ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വരികയും കേസ് തുടരന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അവർ നൽകിയ ഹർജി പ്രകാരം തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കേസ് ഏറ്റെടുത്തു. ബെഞ്ചമിൻ കേസ് ഡയറി കാര്യമായി പഠിക്കുകയും സംഭവ സമയത്തെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ബെഞ്ചമിന് പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ സംഭവ സ്ഥലം സന്ദർശിക്കാൻ ബെഞ്ചമിൻ തീരുമാനിച്ചു. സംഭവ സ്ഥലത്ത് കാര്യമായ നിരീക്ഷണം നടത്തിയെങ്കിലും ബെഞ്ചമിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ബെഞ്ചമിന് തൊട്ടടുത്ത കുറ്റിക്കാട് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ബെഞ്ചമിൻ സമീപത്തെ കുറ്റിക്കാട് കാര്യമായി പരിശോധിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്തിരുന്നതിനാൽ മണ്ണ് കുഴഞ്ഞ നിലയിലായിരുന്നു. അങ്ങനെ നോക്കുന്നതിനിടയിൽ ഒരു ചെറിയ രുദ്രാക്ഷത്തിന്റെ മുത്ത് ബെഞ്ചമിന് കണ്ടെത്താൻ സാധിച്ചു. ആ മുത്ത് പുറത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു രുദ്രാക്ഷ മാലയുടെ ഭാഗമാണെന്നും ആ മാലയുടെ അറ്റത്ത് ഒരു ഗരുഡന്റെ രൂപമുണ്ടെന്നും ബെഞ്ചമിൻ കണ്ടെത്തി. അങ്ങനെ തൊട്ടടുത്ത സമീപത്തായി ഒരു കമ്പെടുത്ത് ബെഞ്ചമിൻ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ കുപ്പി കിട്ടിയിരുന്നു. ആ കുപ്പിയുടെ അടിയിൽ ചെറിയൊരു ദ്രാവകം ഉണ്ടായിരുന്നു. കിട്ടിയ വസ്തുക്കൾക്ക് ബാഹുലേയനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ബെഞ്ചമിൻ ബാഹുലേയന്റെ ഭാര്യയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. മാല കണ്ട ഉടനെ ബാഹുലേയന്റെ ഭാര്യ പറഞ്ഞു, ഇത് ബാഹുലേയൻ സ്ഥിരമായി ധരിച്ചിരുന്ന രുദ്രാക്ഷമാലയാണെന്ന്. അപ്പോൾ പോലീസ് നായക്ക് ഇത് കണ്ടെത്താൻ കഴിയാഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്തിരുന്നത് കൊണ്ടാവാം എന്ന് ബെഞ്ചമിൻ സമാധാനിച്ചു. മാലയുടെ കൂടെ കിട്ടിയ കുപ്പിയിലെ ദ്രാവകത്തെ ബെഞ്ചമിൻ രാസപരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. പിന്നീട് രാസപരിശോധനാ ഫലം പുറത്തു വന്നു. അതിൽ പറയുന്നത് ഈ കുപ്പിയിലെ ദ്രാവകം പ്രൊപ്പഫോൾ ആണെന്നായിരുന്നു. പ്രൊപ്പഫോൾ എന്ന് പറയുമ്പോൾ സങ്കീർണമായ സർജറിക്ക് മുൻപായി പേഷ്യൻസിനെ മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നീട് ബെഞ്ചമിൻ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കണ്ടു. ബെഞ്ചമിന്റെ ചില ചോദ്യങ്ങൾ മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ഡോക്ടർ ചില സത്യങ്ങൾ പറഞ്ഞു. താൻ ചില സംശയങ്ങൾ പോലീസിന് മുൻപിൽ വച്ചിരുന്നു. അത് പക്ഷേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തരുത് എന്ന് പോലീസ് പറഞ്ഞത് പ്രകാരമാണ് താൻ ഉൾപ്പെടുത്താതിരുന്നത്. എന്താണെന്ന് ബെഞ്ചമിൻ ചോദിച്ചപ്പോൾ ശ്വാസകോശത്തിൽ പ്രൊപ്പഫോൾ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം നേരിയ അളവിലുണ്ടായിരുന്നു. അതുപോലെ ഈ വെയിൻ കട്ട് ചെയ്തിരിക്കുന്നത്, അതായത് കഴുത്തിലുണ്ടാക്കിയ മുറിവ് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അതൊരു സർജിക്കൽ ബ്ലേഡ് കൊണ്ടാണ്, വളരെ ഷാർപ്പായ കൃത്യമായ ഒന്നാണത്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ രക്തസ്രാവം ഉണ്ടായി മരണം സംഭവിക്കണം എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് അങ്ങനെയൊന്നും ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും സ്വയം മുറിവേൽപ്പിച്ചാൽ ഉണ്ടാകുന്ന കാര്യമല്ല. പ്രൊപ്പഫോൾ എന്ന രാസവസ്തു മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക്, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം ആക്സസിബിൾ ആകുന്ന ഒന്നാണ്. അപ്പോൾ കൊലപാതകി മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ള ആളാണെന്ന് ബെഞ്ചമിന് മനസ്സിലായി. ബാഹുലേയന്റെ ശത്രുക്കളിലോ ബന്ധുക്കളുടെ ലിസ്റ്റിലോ ഒന്നും മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ള ഒരാളെയും കണ്ടെത്താൻ ബെഞ്ചമിന് സാധിച്ചില്ല. കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു. അവിടെയും നിരാശയായിരുന്നു ഫലം. അങ്ങനെ ബെഞ്ചമിൻ ഭാര്യയോട് ചോദിച്ചു, ബാഹുലേയൻ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നതായി അറിയാമോ? അപ്പോൾ ബാഹുലേയൻ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നതായി അവർക്കറിയില്ല. എന്നാൽ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതായി അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ബാഹുലേയന്റെ മുറി പരിശോധിച്ച ബെഞ്ചമിന് ഒരു ടാബ്ലറ്റിന്റെ റാപ്പർ കണ്ടെത്തി. ആ റാപ്പറിൽ നിന്നും അത് ലിവർ സിറോസിന് ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ മെഡിസിന്റെ കമ്പനിയുമായി ബെഞ്ചമിൻ ബന്ധപ്പെട്ടു. ആ കമ്പനിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ ഈ മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുകയും അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട് ബാച്ച് നമ്പർ പറഞ്ഞു കൊടുത്ത് തൊട്ടടുത്ത നിസി ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെഡിസിൻ ആണെന്ന് ഇത് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ബെഞ്ചമിൻ നിസി ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് പരിശോധിച്ചു. എന്നാൽ ഇൻ പേഷ്യൻസിലോ ഔട്ട് പേഷ്യൻസിലോ ഒന്നും
ബാഹുലേൻ എന്നൊരു പേര് ബെഞ്ചമിന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ബാഹുലേന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഈ ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും കുറച്ചുനാൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെന്നും അത് സമീപകാലത്തായിരുന്നുവെന്നും അവർ പറഞ്ഞു. താനൊരു ഗുണ്ടയായിരുന്നാൽ തന്റെ ജീവന് ആപത്തുണ്ടാകുമെന്ന് ഭയന്നായിരിക്കണം ബാഹുലേൻ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തായിരുന്നുവെന്ന് ബെഞ്ചമിന് മനസ്സിലായി. പിന്നീട് ബെഞ്ചമിൻ നടത്തിയ അന്വേഷണത്തിൽ ബാഹുലേനെ ട്രീറ്റ് ചെയ്തിരുന്ന സ്റ്റാഫുകളിൽ ഒരാൾ ഇടങ്കൈയിലാണെന്നും അത് മെയിൽ നേഴ്സായ പ്രസാദ് ആണെന്നും മനസ്സിലായി. തുടർന്ന് ബെഞ്ചമിൻ പ്രസാദിനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും ബെഞ്ചമിന്റെ ചോദ്യങ്ങളോട് പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ പ്രസാദ് കുറ്റം സമ്മതിച്ചു. കാരണം ചോദിച്ചപ്പോൾ പ്രസാദ് തന്റെ കഥ പറഞ്ഞു തുടങ്ങി. താനും തന്റെ അച്ഛനും തെരുവിലാണ് ജീവിച്ചത്. തന്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയിരുന്നു. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള അച്ഛൻ മറ്റുള്ളവരോട് യാചിച്ചാണ് തനിക്കുള്ള ആഹാരം കണ്ടെത്തിയിരുന്നത്. തനിക്ക് ഏതാണ്ട് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അച്ഛന്റെ നിലവിളി കേട്ടാണ് താൻ ഉണർന്നത്. നോക്കിയപ്പോൾ ഒരു ഗുണ്ട അച്ഛനെ കുത്തിയിട്ട് അച്ഛന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്തുകൊണ്ട് ഓടുന്നതാണ് കണ്ടത്. അയാളുടെ കഴുത്തിൽ ഒരു രുദ്രാക്ഷത്തിന്റെ മാലയും ആ രുദ്രാക്ഷത്തിന്റെ മാലയുടെ അറ്റത്ത് ഒരു ഗരുഡന്റെ രൂപമുണ്ടായിരുന്നു. അങ്ങനെ തന്റെ അച്ഛൻ ആ കുത്തേറ്റ് മരിച്ചു. അതിനുശേഷം ആ ഗുണ്ടയെ തിരക്കി താൻ അലഞ്ഞു നടന്നു. അങ്ങനെ ഒരിക്കൽ പട്ടിണി കാരണം തളർന്നു വീണ തന്നെ സെന്റ് തെരേസാസ് ഓർഫനേജിലെ അധികൃതർ കൊണ്ടുപോയി അവിടെ താൻ വളരുകയും ചെയ്തു. അങ്ങനെ അവരുടെ കോൺവെന്റിൽ പഠിച്ചു വളരുകയും പിന്നീട് BSc നഴ്സിംഗ് പാസ്സായി അൻഡിസി ഹോസ്പിറ്റലിൽ സ്റ്റാഫായി ജോലിക്ക് കയറുകയും ചെയ്തു. അപ്പോഴേക്കും പ്രതികാരത്തിന്റെ കഥയൊക്കെ ഏറെക്കുറെ മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബാഹുലേൻ അവിടെ അഡ്മിറ്റ് ആകുന്നത്. അപ്പോൾ അയാളുടെ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ നിന്നും അതുപോലെ രുദ്രാക്ഷത്തിന്റെ അറ്റത്തുള്ള ഗരുഡൻ രൂപത്തിൽ നിന്നും അയാളാണ് തന്റെ അച്ഛന്റെ കൊലപാതകിയെന്ന് തനിക്ക് മനസ്സിലായി. തന്റെ ഉള്ളിലെ പ്രതികാരദാഹി ഉണരുകയും എങ്ങനെയും പ്രതികാരം ചെയ്യണം എന്ന ചിന്ത ഉള്ളിൽ ശക്തമാവുകയും ചെയ്തു. അങ്ങനെ ബാഹുലേനുമായി തന്ത്രപരമായി സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് ബാഹുലേൻ ഡിസ്ചാർജ് ആവുന്നതിന്റെ അന്ന് കാണുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ട് ഒരു കൊട്ടേഷന്റെ കാര്യം പറയാനുണ്ടെന്നും അന്ന് അഡ്വാൻസ് തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ് അതിനായി താൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും തന്ത്രപരമായി പ്രൊപ്പഫോളും സർജിക്കൽ ബ്ലേഡും കൈക്കലാക്കിയ ശേഷം ഒരു കുപ്പി മദ്യവും വാങ്ങി CCTV ക്യാമറകളുടെ കണ്ണിൽപ്പെടാതെ സംഭവ സ്ഥലത്തെത്തി. അപ്പോഴേക്കും ബാഹുലേൻ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മദ്യം നൽകിയിട്ടും ബോധം നഷ്ടപ്പെടാതിരുന്ന ബാഹുലേനെ താൻ പ്രൊപ്പഫോൾ ഉപയോഗിച്ചുകൊണ്ട് മയക്കി. അതിനുശേഷം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറിവുണ്ടാക്കുകയും അയാളെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അയാളുടെ കഴുത്തിലെ രുദ്രാക്ഷ മാല താൻ ഊരിയെടുത്തിരുന്നു. പോകുന്നതിന് മുൻപായി താൻ കയ്യിൽ കരുതിയിരുന്ന കത്തി പുറത്തെടുക്കുകയും അതിൽ ബാഹുലേന്റെ രക്തം പുരട്ടുകയും ചെയ്തു. അത് അയാൾ കരികിലായി ഉപേക്ഷിച്ചു. അയാളുടെ ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിൽ ഒരു കുറിപ്പ് താൻ അയാൾ കരികിലായി ഇട്ടിരുന്നു. അതിനുശേഷം ബാഹുലേന്റെ മരണം ഉറപ്പിക്കാൻ താൻ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടേക്ക് വരുന്നത് കണ്ട് താൻ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ രുദ്രാക്ഷത്തിന്റെ മാലയും അതുപോലെ പ്രൊപ്പഫോൾ അടങ്ങിയ കുപ്പിയും തന്റെ പോക്കറ്റിൽ നിന്ന് വീണുപോയത് ശ്രദ്ധിച്ചിരുന്നില്ല. താൻ ഗ്ലൗ ധരിച്ചിരുന്നതിനാൽ ഫിംഗർ പ്രിന്റ് പതിയില്ല എന്ന് ഉറപ്പുള്ളതും അതുപോലെ ആ സമയങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നതും തന്നെ സഹായിക്കും എന്ന് താൻ വിശ്വസിച്ചിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞ ശേഷം പ്രസാദ് ബെഞ്ചമിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലുള്ള എല്ലാ പ്രതികളെയും കണ്ടെത്തണമെന്ന് അതിന് സഹായിക്കണമെന്ന് ബെഞ്ചമിനോട് അയാൾ അപേക്ഷിച്ചു. ഒരു യാചകന്റെ കയ്യിൽ നിന്നും പേപ്പർ പോലെ എന്തോ തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കൊല നടത്തുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലപ്പുറമാണ്. അതൊരു ലോട്ടറി ടിക്കറ്റ് ആവാമെന്ന് ബെഞ്ചമിൻ ഊഹിച്ചു. അച്ഛൻ ലോട്ടറി അടിച്ചതായി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ബെഞ്ചമിൻ പ്രസാദിനോട് ചോദിച്ചു. എന്നാൽ പ്രസാദ് പറഞ്ഞു, അങ്ങനെയൊന്നും തനിക്കറിയില്ല, പക്ഷേ നാളെ മുതൽ തങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നതായി അയാൾ ഓർത്തു. അപ്പോൾ ബെഞ്ചമിന് കാര്യങ്ങൾ കുറേയൊക്കെ ഊഹിക്കാൻ കഴിയും. പ്രസാദിന്റെ അച്ഛന് ലോട്ടറി അടിച്ചിരിക്കാം. അപ്പോൾ സ്വന്തം മകനോട് പോലും പറയാത്തൊരു കാര്യം പ്രസാദിന്റെ അച്ഛനൊരിക്കലും മറ്റൊരാളോട് പറയാൻ വഴിയില്ല. അപ്പോൾ ലോട്ടറി ഏജന്റിന് ഈ കൊലപാതകത്തിൽ ഒരു പങ്കുണ്ടായിരിക്കണം. അങ്ങനെ വിൽക്കാത്ത ലോട്ടറിക്ക് സമ്മാനം അടിച്ച ഏജന്റിനെ തിരക്കി ബെഞ്ചമിൻ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ലിസ്റ്റ് പരിശോധിച്ചു. സമീപ പ്രദേശങ്ങളിലുള്ള ആ പരിശോധനയിൽ ബെഞ്ചമിന് ഒരു കാര്യം മനസ്സിലായി. 15 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പ്രസാദ് പറഞ്ഞ സമയത്ത് സമീപ പ്രദേശങ്ങളിൽ ലോട്ടറി വിറ്റ് നടന്ന മൈക്കിൾ എന്നയാളിന് ലോട്ടറി അടിച്ചിരുന്നു. അയാളിന്ന് മൈക്കിൾ മുതലാളിയാണ്. അയാളെ കാണാൻ ബെഞ്ചമിൻ തീരുമാനിച്ചു. അങ്ങനെ മൈക്കിൾ മുതലാളിയുടെ വീട്ടിലെത്തിയ ബെഞ്ചമിന് കാണാൻ കഴിഞ്ഞത് മരണം കാത്തു കിടക്കുന്ന മൈക്കിളിനെയാണ്. അയാൾ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ അയാൾ കുറ്റസമ്മതം നടത്തി. കണ്ണീരൊഴുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, താൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് താനിന്ന് അനുഭവിക്കുന്നത്. അന്ന് പ്രസാദിന്റെ അച്ഛൻ വിനായകന് ലോട്ടറി അടിച്ചിരുന്നു. 1ാം സമ്മാനം അടിച്ച ആ ടിക്കറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി താൻ ബാഹുലേനെ ഏർപ്പാടാക്കിയതാണ്.
ലോട്ടറി ടിക്കറ്റിന് പ്രൈസ് മണിയായി ലഭിച്ച പണം മുഴുവൻ താനും ബാഹുലേനും പങ്കിട്ടെടുത്തു. ബാഹുലേൻ അത് തൂർത്തടിച്ച് കളഞ്ഞെങ്കിലും താൻ ബിസിനസ് ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ കുറ്റബോധം എല്ലാ കാലത്തും തന്നെ വേട്ടയാടിയിരുന്നു. ഈ ചെയ്ത പാപത്തിന്റെ കാര്യം താൻ ഏത് കോടതിയിലും ഏറ്റുപറയാമെന്നും ഏത് ശിക്ഷയും അനുഭവിക്കാമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ഓൾറെഡി ശിക്ഷ ലഭിച്ചു കഴിഞ്ഞ അയാളെ പിന്നീട് ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ബെഞ്ചമിന് മനസ്സിലായി. ബെഞ്ചമിൻ ഇതെല്ലാം പ്രസാദിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ബാഹുലേന്റെ കൊലപാതക കേസ് വിജയകരമായി പൂർത്തിയാക്കാൻ ബെഞ്ചമിന് സാധിച്ചു. പ്രസാദിന്റെ അവസ്ഥ അറിയാമായിരുന്ന ബെഞ്ചമിൻ പ്രസാദിന് ശിക്ഷ ഇളവ് കിട്ടാൻ വേണ്ടി 1-2 ലൂപ്പ് ഹോളുകൾ റിപ്പോർട്ടിൽ കരുതി വെച്ചിരുന്നു. ഇതാണ് ബെഞ്ചമിന്റെ 3ാമത്തെ അന്വേഷണത്തിന്റെ കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.